കീം എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജാനുവരി 31 ആണ്. അപ്പോൾ ആരൊക്കെ കീം എക്സാം എഴുതണം, ആരൊക്കെ കീം എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, കീം എക്സാം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ്. നീറ്റ് എക്സാം ആണെങ്കിൽ അത് മൊത്തത്തിൽ ഓൾ ഇന്ത്യ ആണ്. അപ്പോൾ ഇത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള എക്സാമാണ്. ആർക്കാണ് കീം എക്സാം എഴുതാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾ +2 സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സോ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയോ പഠിച്ചൊരു വിദ്യാർത്ഥി ആയിരിക്കണം. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ച ആൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ആൻഡ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് ബിഫാം പോലത്തെ കോഴ്സുകളിലേക്കും അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സോ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയോ പഠിച്ചിട്ടുള്ള ഒരാളാകണം. ആൻഡ് അതിൽ നിങ്ങൾ പാസ്സാകുകയും ചെയ്യണം. ആ കാര്യമാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന നാറ്റ അതേപോലെ നീറ്റ് എക്സാമുകളൊക്കെ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ കേരളത്തിലെ ഒരു പ്രൊഫഷണൽ കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങൾ എന്തായാലും ഏത് എക്സാമിന് രജിസ്റ്റർ ചെയ്തിരിക്കണം? കീമിന്. അപ്പോൾ കീമിന് രജിസ്റ്റർ ചെയ്താൽ മതി, എഴുതേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ, അതായത് ബി.ടെക് കോഴ്സ് നിങ്ങൾ കേരളത്തിൽ, ബി.ടെക് മാത്രമല്ല കേട്ടോ, എഞ്ചിനീയറിംഗ് കോഴ്സുകളെല്ലാം നിങ്ങൾ കേരളത്തിൽ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തായാലും കീമിന് രജിസ്റ്റർ ചെയ്ത് അത് എഴുതി അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ കീം എക്സാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരെന്തായാലും കീം എക്സാം എഴുതിയിരിക്കണം, നിർബന്ധമാണ്. ആൻഡ് അടുത്തത് ബി ആർക്ക് എക്സാം നിങ്ങൾ നാറ്റ കേട്ടിട്ടില്ല? ബി ആർക്കിന് വേണ്ടിയിട്ടുള്ള നാറ്റ പോലത്തെ എക്സാമുകളിൽ നാറ്റയിലെ സ്കോർ നിങ്ങൾ നാറ്റ എക്സാം എഴുതിയാൽ മതി. ആ സ്കോർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിലെ ബി ആർക്ക് കോളേജുകളിൽ അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ കീം എക്സാം രജിസ്റ്റർ ചെയ്തിരിക്കണം. എഴുതണമെന്ന് നിർബന്ധമല്ല. കീം നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ നാറ്റ എഴുതിയിട്ട് ആ സ്കോർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിലെ ബി ആർ കോളേജുകളിൽ അഡ്മിഷൻ നേടാം. പക്ഷേ നിങ്ങൾ കീമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ കേരളത്തിലെ കോളേജുകളിലേക്കുള്ള ആ അഡ്മിഷൻ പ്രൊസീജിയറിന് വേണ്ടി പരിഗണിക്കുള്ളൂ. അപ്പോൾ ബി ആർക്ക് ആഗ്രഹിക്കുന്ന ആളാണ്, കേരളത്തിലാണ് സീറ്റ് ആഗ്രഹിക്കുന്നതെങ്കിൽ കീമിന് രജിസ്റ്റർ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. അതേപോലെ തന്നെ ബി ഫാമിന് എന്തായാലും നിങ്ങൾ എക്സാം എഴുതണം. കീം എക്സാം എഴുതണം. രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ എഴുതണം. എഴുതുന്നത് മാത്രമല്ല, നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതി, മാത്സ് നിങ്ങൾക്ക് ഉണ്ടാകില്ല. ബിഫാം അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതി. പിന്നെ നീറ്റിൻ്റെതാണ് ഒരുപാട് ആൾക്കാർക്ക് പ്രധാനമായിട്ടും സംശയമുള്ള കാര്യം, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ്. അപ്പോൾ നീറ്റ് പോലത്തെ എക്സാമുകൾ എഴുതണമെങ്കിൽ നമ്മൾ കീമും എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? കീം എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കീമിന് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതും ഒരൊറ്റ കണ്ടീഷൻ മാത്രം ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കീം എക്സാം രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടാം. ഇനിയിപ്പോൾ നിങ്ങൾ കീമിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല, നിങ്ങൾ നീറ്റ് മാത്രമാണ് എഴുതുന്നതെങ്കിലോ നിങ്ങൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല. അത്ര പ്രശ്നമുള്ളൂ. അപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ കീം രജിസ്റ്റർ ചെയ്യുക. ആൻഡ് അത് നീറ്റിൻ്റെ സ്കോർ വെച്ചുകൊണ്ടായിരിക്കും പിന്നെ പരിഗണിക്കുന്നത്. അപ്പോൾ കീം എഴുതണമെന്ന് നിർബന്ധമില്ല, കീം ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കീം എക്സാമിൻ്റെ അവസാന ഡേറ്റ് ജാനുവരി 31 ആണ്. ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് പോയി ഒന്ന് അപ്ലൈ ചെയ്യുക.